നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മന്ത്രി റോഷി അഗസ്റ്റിൻ 39ാം വർഷവും പാലായിൽ നിന്ന് കാൽനടയായി മലയാറ്റൂർ തീർത്ഥാടനം നടത്തി. മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസഫ് ഒഴുവുകാടൻ മന്ത്രിയെയും സംഘത്തെയും സ്വീകരിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. മഹാമണ്ഡലേശ്വർ സംപൂജ്യ സ്വാമിജി ആനന്ദവനം ഭാരതി മഹാരാജിന് മഹാകുംഭമേള സത്സംഗ സമിതി തൊടുപുഴയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ പള്ളികളിൽ ദുഃഖവെള്ളി ദിനാചരണവും പരിഹാര പ്രദക്ഷിണവും നടത്തി. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് 2025 മൂന്നാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ 39ാം വർഷവും പാലായിൽ നിന്ന് കാൽനടയായി മലയാറ്റൂർ തീർത്ഥാടനം നടത്തി. പെസഹ ദിനത്തിൽ രാത്രി ചക്കാമ്പുഴ തറവാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മന്ത്രിയോടൊപ്പം ഇടുക്കിയിൽ നിന്നുള്ള ടോമി തീവള്ളിയും ജോമോൻ പൊടിപാറയും ഉണ്ടായിരുന്നു. അടിവാരത്തിൽ വെച്ച് ബാബു ജോസഫ്, ആന്റണി കഴുകൻ എന്നിവരും ഒപ്പം ചേർന്നു. മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസഫ് ഒഴുവുകാടൻ മന്ത്രിയെയും സംഘത്തെയും സ്വീകരിച്ചു. മലയും കയറി നിന്ദാസരെത്തുന്നു, അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. പാലായിൽ നിന്ന് 39ാം വർഷവും കാൽനടയായി മലയാറ്റൂർ തീർത്ഥാടനം നടത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ. പെസഹ വ്യാഴം രാത്രി ചക്കാമ്പുഴ തറവാട്ടിൽ നിന്ന് പെസഹ അപ്പം മുറിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം രാമപുരം, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, കീഴിലം വഴി മലയടിവാരത്തിലെത്തി. മന്ത്രിയോടൊപ്പം ഇടുക്കിയിൽ നിന്നുള്ള ടോമി തീവള്ളിയും ജോമോൻ പൊടിപ്പാറയും യാത്രയിലുണ്ടായിരുന്നു. 24ാം വർഷമാണ് ടോമി തീവള്ളി തീർത്ഥാടനം നടത്തുന്നത്. അടിവാരത്തിൽ വെച്ച് ബാബു ജോസഫ്, ആന്റണി കഴകൻ എന്നിവരും ഇവർക്കൊപ്പം ചേർന്നു. മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസഫ് ഒഴുവുകാടൻ മന്ത്രിയെയും സംഘത്തെയും സ്വീകരിച്ചു. തുടർന്ന് മല കയറി. മഴ കാരണം 2 തവണ യാത്ര തടസ്സപ്പെട്ടിരുന്നു. ശനിയാഴ്ച മുതൽ മന്ത്രി പൊതുപരിപാടികളിൽ പങ്കെടുക്കും. അറബി ഭാഷാ പഠനം കാലഘട്ടത്തിന്റെ അനിവാര്യമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KATF സംസ്ഥാന പ്രസിഡന്റ് MT സൈനുൽ ആബദീൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ദ്വിദിന ക്യാമ്പിൽ പങ്കെടുത്തു. ആഗോളതലത്തിൽ അറബി ഭാഷയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം കണക്കിലെടുത്ത് ഈ ഭാഷയുടെ പഠനം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KATF സംസ്ഥാന പ്രസിഡന്റ് MT സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി G മുനിയാണ്ടി, TP അബ്ദുൾ ഹക്ക്, MA ലത്തീഫ്, ക്യാമ്പ് ഡയറക്ടർ മാഹിൻ ബാഖഫി, അനീസലി ഇടുക്കി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മൻസൂർ മാടമ്പാട്ട് സ്വാഗതവും സംസ്ഥാന ട്രഷറർ AP ബഷീർ നന്ദിയും രേഖപ്പെടുത്തി. KATF നേടിയതും നേടേണ്ടതും എന്ന വിഷയത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി നൌഷാദ് കോപ്പിലാനും സംഘടനാ രീതിശാസ്ത്രം എന്ന വിഷയത്തിൽ മൻസൂർ മാടമ്പാട്ടും ക്ലാസുകൾ നയിച്ചു. മുഹമ്മദ് അലി ബിഷ്കാത്തിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല റിപ്പോർട്ടിംഗിൽ 14 റവന്യൂ ജില്ലാ സെക്രട്ടറിമാരും പങ്കെടുത്തു. കർമ്മപദ്ധതി രൂപീകരണ സെഷനിൽ TC അബ്ദുൾ ലത്തീഫ്, K നൂറുൽ അമീൻ, CM സജീബ്, MP അബ്ദുസലാം, OM യഹ്യ ഖാൻ, MA സാദിഖ്, CP മുഹമ്മദ് കുട്ടി, KK റംലത്ത്, KP അബ്ദുൾ ജയ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ റഷീദ് ഖാസിമി തസ്കിയത്ത് ക്ലാസിന് നേതൃത്വം നൽകി. സംവരണം അവസരവും ആശങ്കയും എന്ന വിഷയത്തിൽ മെക്ക സംസ്ഥാന ജനറൽ സെക്രട്ടറി NK അലി ക്ലാസ് നയിച്ചു. സമാപന സമ്മേളനത്തിൽ CH ഫാറൂഖ്, സുബൈർ CM, KV റംല, ഷറഫുന്നീസ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MT സൈനുൽ ആബിദീൻ കർമ്മപദ്ധതി പ്രഖ്യാപിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ദ്വിദിന ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. മുള്ളരിങ്ങാട് ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. പെരുമ്പുഴയിൽ ജോർജിന്റെ 300ഓളം ഏത്തവാഴയും
70ഓളം കൊക്കോ മരങ്ങളും 50 റബ്ബർ തൈകളുമാണ് ഒറ്റ ദിവസം കൊണ്ട് കാട്ടാനകൾ തകർത്തത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ കർഷകന് ഉണ്ടായിട്ടുള്ളത്. മുള്ളരിങ്ങാട് ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ രാത്രിയിൽ പെരുമ്പുഴയിൽ ജോർജിന്റെ 300ഓളം ഏത്തവാഴയാണ് കാട്ടാനകൾ ഒറ്റ ദിവസം കൊണ്ട് തകർത്തത്. അടുത്ത ഓണത്തിന് വാഴക്കുല വെട്ടുവാനുള്ള ഒരുക്കത്തിലായിരുന്നു ജോർജും കുടുംബവും. ഒറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ കർഷകന് ഉണ്ടായിട്ടുള്ളത്. ലക്ഷങ്ങൾ മുതൽ മുടക്കിയാണ് ഈ മേഖലയിലെ ജനങ്ങൾ കൃഷി ചെയ്യുന്നത്. അത് ഒറ്റ രാത്രി കൊണ്ട് തകരുമ്പോൾ ഇവരുടെ ജീവിതമാർഗമാണ് കരിഞ്ഞു പോകുന്നത്. ജോർജിന്റെ 300ഓളം വാഴയും 70ഓളം കൊക്കോ മരങ്ങളും 50 റബ്ബർ തൈകളുമാണ് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായത്. ഈ കാണുന്നത് പെരുങ്കുഴി ജോർജിൻ്റെ വാഴത്തോട്ടമാണ്. ഈ കഴിഞ്ഞ രാത്രി ആന ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 300ഓളം ആനകൾ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയേക്കണം. ഇത് ഓണത്തിന് കൊലവെട്ടാൻ പരുവത്തിന് ചെയ്തുകൊണ്ടുവന്ന കൃഷിയായിരുന്നു നമ്മൾ. ഇതെല്ലാം പൂർത്തിയായിട്ടും തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ ഒരു കുറച്ച് പ്രദേശം ഒരു 10-30 വാഴ ഒഴികെ ബാക്കി മുഴുവനും ഇത് നശിപ്പിച്ച് പള്ളക്കളഞ്ഞേക്കുവാണ്. ആന കൂട്ടത്തോടെ രാത്രി ഇറങ്ങി ഇവിടെ മുഴുവനായിട്ടും ഇത് കാണാം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ രാത്രിയാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. ഇവിടെ ആനക്കൂട്ടം ഇറങ്ങിയിട്ട് മുഴുവനായിട്ടും ഒരു 5-6 ആനയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നിഗമനം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും രാത്രി ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കില്ല. വെള്ളിയാഴ്ച രാത്രി 12 മണിയോടുകൂടി കാട്ടാന പറമ്പിലെത്തുകയും ഇവർ പടക്കം പൊട്ടിച്ചും മറ്റും ആനകളെ ഓടിച്ചുവിട്ടു. എന്നാൽ 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാട്ടാനകൾ കൂട്ടമായി വന്ന് ഇദ്ദേഹത്തിന്റെ കൃഷികൾ നശിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുള്ളരിങ്ങാട്. മഹാമണ്ഡലേശ്വർ സംപൂജ്യ സ്വാമിജി ആനന്ദവനം ഭാരതി മഹാരാജിന് മഹാകുംഭമേള സത്സംഗ സമിതി തൊടുപുഴയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന അദ്ദേഹത്തെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശ്രീ അന്നപൂർണേശ്വരി ഓഡിറ്റോറിയത്തിലേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കും. സ്വീകരണ ചടങ്ങിൽ നിരവധി വ്യക്തികൾ പങ്കെടുക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനവും പ്രബലവുമായ നാഗസന്യാസി പരമ്പരയായ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സംപൂജ്യ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഞായറാഴ്ച തൊടുപുഴയിൽ എത്തിച്ചേരും. മഹാമണ്ഡലേശ്വർ സംപൂജ്യ സ്വാമിജി ആനന്ദവനം ഭാരതി മഹാരാജിന് തൊടുപുഴയിൽ നാളെ ഒരു സ്വീകരണം നൽകുന്നു. മഹാകുംഭമേള ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു സനാതന ധർമ്മ സമ്മേളനമാണ് നടന്നത്. കോടിക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ ഒരു പ്രോഗ്രാം കേരളത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് തൊടുപുഴയിൽ നിന്നും ധാരാളം 100 ഭക്തജനങ്ങൾ ആ ഒരു കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. വൈകിട്ട് 4:30 തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന സ്വാമിജിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുടർന്ന് അദ്ദേഹത്തെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തൊടുപുഴ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. 2 വിഷയങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് കാണണം. ഒന്ന്, ശബരിമല തീർത്ഥാടനം അവസാനിക്കുന്ന ദിവസത്തിൻ്റെ തൊട്ടു തലേന്നാണ് ഈ കുംഭമേള ആരംഭിച്ചത്. അതായത് ജനുവരി മാസം 13-ാം തീയതി കുംഭമേള ആരംഭിച്ചു. ജനുവരി മാസം 14-ാം തീയതി മകരവിളക്കിന് ശബരിമലയിലെ തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുന്നു. ഈ രണ്ടും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, ദർശനത്തിന് വേണ്ടിയിട്ടാണ് ശബരിമലയിൽ പോകുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷേ ശബരിമല പോകുന്ന അതേ ആളുകളെ പോലെയുള്ള ആളുകൾ ദർശനത്തിന് വേണ്ടിയല്ല, ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുംഭമേളയിൽ വരുന്നത്. 5-ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സ്വാമിജിയുടെ അനുഗ്രഹ പ്രഭാഷണവും സത്സംഗമവും ഉണ്ടായിരിക്കും. കുംഭമേളയിൽ പങ്കെടുത്ത ഭക്തർക്ക് മംഗളപത്രവും പ്രസാദവും സ്വാമിജി വിതരണം ചെയ്യും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മഹാകുംഭമേള സത്സംഗ സമിതി തൊടുപുഴയിലെ ഭാരവാഹികളായ രക്ഷാധികാരി സ്വാമി അയ്യപ്പദാസ്, ചെയർമാൻ KN വേണുഗോപാൽ, ജനറൽ കൺവീനർ KN കൃഷ്ണകുമാർ, കൺവീനർ പത്മഭൂഷൺ S തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാനം സംഘടിപ്പിച്ചു. തൊടുപുഴ IMA ബ്ലഡ് ബാങ്കിൽ നടന്ന രക്തദാന ക്യാമ്പിൽ വനിതകൾ ഉൾപ്പെടെ നിരവധി ജീവനക്കാർ പങ്കാളികളായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് BM ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സമ്മേളനം ഏപ്രിൽ 21-22 തീയതികളിലായി കട്ടപ്പനയിൽ ചേരുന്നതിന് മുന്നോടിയായി തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊടുപുഴ IMA ബ്ലഡ് ബാങ്കിൽ നടന്ന രക്തദാന ക്യാമ്പിൽ വനിതകൾ ഉൾപ്പെടെ നിരവധി ജീവനക്കാർ പങ്കാളികളായി. കേവലമായ അവകാശാനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനപ്പുറം സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താണ് ജോയിന്റ് കൗൺസിൽ മുന്നോട്ടു പോകുന്നതെന്ന്
രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോയിന്റ് കൗൺസിലിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഒരു പുതിയ ബിൽഡിങ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ബിൽഡിങ് എന്നുള്ളത് ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറുവാൻ പോകുന്ന തരത്തിലേക്കാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ആ സമീപ പ്രദേശങ്ങളിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്നുള്ള അർത്ഥത്തിൽ വിശക്കരുതാരും എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് എല്ലാ ദിവസവും അവിടെ ഉച്ചഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത്തരത്തിൽ സമാനമായ രീതിയിൽ ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുത്തൻ ഒരു ഏട് തീർത്തുകൊണ്ട് മാതൃക തീർത്തുകൊണ്ടാണ് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ജില്ലാ സമ്മേളനം. തീർച്ചയായിട്ടും ജില്ലാ സമ്മേളനം കേവലമായ ഒരു സമ്മേളനമോ അവകാശ സമരങ്ങളെക്കുറിച്ച് ചരിത്രം പറഞ്ഞുകൊണ്ട് പോകുന്നതിലുപരിയായി സമൂഹത്തിന് ചില മാതൃകകൾ സൃഷ്ടിക്കണമെന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും നമ്മൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായ കാര്യം ചെയ്യുകയാണ്. പ്ലാസ്റ്റിക് വിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നാട് സുന്ദരദേശം എന്ന് പറയുന്ന പരിപാടി എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചകൾ നമ്മൾ വിവിധ ഇടങ്ങളിൽ മാലിന്യ വിമുക്തമായ ഇതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് നമ്മൾ വരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് വി എം ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ആർ ബിജുമോൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ കെ സുഭാഷ് എന്നിവർ ആശംസകൾ നേർന്നു. തൊടുപുഴ മേഖലാ സെക്രട്ടറി മുഹമ്മദ് നിസാർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം എം എസ് ശ്രീകുമാർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 1000 കിലോ വരുന്ന തടിക്കുരിശുമായി ആലക്കോട് നിന്നും ഒരു സംഘം തീർത്ഥാടകർ മലയാറ്റൂർ മുത്തപ്പന്റെ സന്നിധിയിലെത്തി. ആലക്കോട് സ്വദേശിയായ ജോജിയാണ് കുരിശ് സമർപ്പിച്ചത്. മലയാറ്റൂർ വരെ വാഹനത്തിൽ എത്തിച്ച ശേഷം തീർത്ഥാടകർ ചേർന്ന് തോളിൽ ചുമന്നുകൊണ്ട് കാൽനടയായി മല കയറുകയായിരുന്നു. 1000 കിലോ വരുന്ന തടിക്കുരിശുമായി ആലക്കോട് നിന്നും ഒരു സംഘം തീർത്ഥാടകർ മലയാറ്റൂർ മുത്തപ്പന്റെ സന്നിധിയിലെത്തി. ആലക്കോട് സ്വദേശിയായ ജോജിയുടെ നേർച്ചയായിട്ടാണ് കുരിശ് സമർപ്പിച്ചത്. ഇതിനായി ആലക്കോട് സ്വദേശിയായ എബിയുടെ സ്ഥലത്ത് നിൽക്കുന്ന പഞ്ഞിമരം വെട്ടിയാണ് കുരിശ് നിർമ്മാണം നടത്തിയത്. പ്രദേശവാസിയായ സോജന്റെ പിക്കപ്പ് വാനിലാണ് കുരിശ് കൊണ്ടുപോയത്. വാടക വാങ്ങിക്കാതെയാണ് വാഹനം സോജൻ ഇതിനായി നൽകിയത്. പഞ്ഞിത്തടിയിൽ തീർത്ത കുരിശിൽ കോഫി ബ്രൗൺ നിറം നൽകുകയും ചെയ്തിരുന്നു. രണ്ടിടവകകളിലെ തീർത്ഥാടകരാണ് കുരിശ് സമർപ്പിക്കാൻ ആലക്കോട് നിന്നും മലയാറ്റൂരിലേക്ക് പോയത്. വൈകിട്ട് പള്ളിയിലെത്തി കുരിശ് വെഞ്ചരിച്ച ശേഷമാണ് ഇവർ തീർത്ഥയാത്ര ആരംഭിച്ചത്. തുടർന്ന് മലയാറ്റൂരിലെത്തിയ ശേഷം കുരിശ് വാഹനത്തിൽ നിന്നും ഇറക്കി തീർത്ഥാടകർ ചേർന്ന് തോളിൽ ചുമന്നുകൊണ്ട് കാൽനടയായി മല കയറുകയായിരുന്നു. കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളിയിൽ ദുഃഖവെള്ളി ദിനാചരണം നടത്തി. പരിഹാര പ്രദർശനത്തിന് വികാരി ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളിൽ, സഹവികാരി ഫാദർ ജോർജ് കുട്ടി കൊച്ചു ചക്കാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. അവസാന വിധിയിൽ നീ അറിവാർന്നു ഞങ്ങൾക്ക്
ഏകദേശം മധ്യഭാഗത്തായിട്ട് നമ്മുടെ വാഹന വ്യൂഹം കാര്യങ്ങൾ ആലോചിച്ചും ശിവപാദന പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള വാഹനം ഏകദേശം നടുഭാഗത്തുമായിട്ട് നീങ്ങുന്നതാണ്. ഏറ്റവും പുറകിലായിട്ട് നമ്മുടെ ഇടവകയിലുള്ള കുറേ ആൾക്കാർ നേർച്ചയുടെ ഭാഗമായിട്ട് ഭാരതീയ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര തുടരുന്നതായിരിക്കും. ഇതായിരിക്കും നമ്മുടെ പീഡാനുഭവ യാത്രയുടെ ക്രമമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പീഡാനുഭവ യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനങ്ങളും ഭക്തിപൂർവം നമ്മുടെ കർത്താവിൻ്റെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ലൈനായിട്ട് നിൽക്കാം. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ദുഃഖവെള്ളി ദിനാചരണം നടത്തി. വികാരി റവറർ ഫാദർ ജേക്കബ് റാത്തപ്പള്ളിയുടെ നേതൃത്വത്തിൽ പതിക്കമല തിരുഹൃദയ കുരിശുപള്ളിയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടത്തി. പുതിയ സുസുക്കി ആക്സസ് പ്രീമിയം സ്കൂട്ടറിന്റെ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ സുസുക്കി അംഗീകൃത ഡീലറായ ഹെഡ്ജ് സുസുക്കി കസ്റ്റമേഴ്സിനായി കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്ത എല്ലാവരുടെയും വാഹനങ്ങൾക്ക് ഫ്രീ ചെക്കപ്പ്, ബോഡി വാഷ്, പെട്രോൾ എന്നിവ നൽകുകയും ചെയ്തു. കൂടാതെ നറുക്കെടുപ്പ് നടത്തി സമ്മാനങ്ങളും വിതരണം ചെയ്തു. ജനറൽ മാനേജർ ജമാൽ എന്നെ, സർവീസ് മാനേജർ ഷാജി, സെയിൽസ് മാനേജർ അമൽ രാധാകൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിങ്ങളുടെ മൈലേജിനെ ബാധിക്കാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാർബറേറ്റർ വണ്ടി ഉപയോഗിക്കുമ്പോൾ എല്ലാവരും വെച്ചാൽ 10 രൂപയുടെ പെട്രോൾ ഇല്ലാതെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ പമ്പ് വന്നേ പിന്നെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ മൈലേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഈ സർവീസിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സർവീസുമായിട്ട് ബന്ധപ്പെട്ട പീരിയോഡിക്കലിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കൂടി ചെയ്യുന്നത്, അതുപോലെ എല്ലാ സർവീസിലും ഓയിൽ ചേഞ്ച് ചെയ്യണം എന്ന് പറയും. എല്ലാ സർവീസിലും നമ്മൾ ഓയിൽ ചേഞ്ച് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ
നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിന്റെ ഫ്രിക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ വണ്ടി കുറച്ച് കിലോമീറ്ററുകൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് പലരും പറയാറുണ്ട്. ഞാൻ കുറച്ച് കിലോമീറ്റർ ഓടിക്കുന്നു, വണ്ടി അധികം ഓടിക്കുന്നു. എങ്കിൽ പോലും ഈ ഓയിലിനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ കണ്ടന്റിനകത്ത് കുറവ് വന്നിട്ട് ഈ ഓയിലിൽ മോശം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതാണ് എല്ലാ സർവീസിലും നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സർവീസിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ചോദിച്ചു പറഞ്ഞു. വണ്ടിപ്പെരിയാർ ചോറ്റുപാറയിൽ തോട്ടിലേക്ക് അറവ് മാലിന്യങ്ങൾ അടക്കമുള്ള തള്ളുന്നതായി ജനകീയ സമിതിയുടെ പരാതി. നിരവധി കുടിവെള്ള പദ്ധതികളുള്ള പെരിയാർ നദിയിലേക്കാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത്. മാംസ വിപണന കേന്ദ്രത്തിൽ തന്നെ അറവ് നടത്തുന്നതായും പരാതി ഉയരുന്നുണ്ട്. പെരിയാർ നദിയെ മലിനമാക്കുന്നവർക്കെതിരെ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്ന് UDF നേതൃത്വം ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ ചോറ്റുപാറത്തോട്ടിലേക്ക് അറവുമാലിന്യമടക്കമുള്ള തള്ളുന്നതായി ജനകീയ സമിതിയുടെ പരാതി. പെരിയാർ നദിയെ മലീഭസമാക്കുന്ന നടപടിക്കെതിരെ പഞ്ചായത്ത് നടപടി എടുക്കണമെന്നും UDF നേതൃത്വം ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ ടൗണിലെ മാംസവിപണന കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള അറവുമാലിന്യങ്ങൾ പെരിയാർ നദിയുടെ ജലസ്രോതസ്സായ ചോറ്റുപാറ കൈത്തോട്ടിലേക്ക് തള്ളുന്നതായാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ, ആരോഗ്യ വിഭാഗം, പഞ്ചായത്ത് എന്നിവർക്ക് പരാതി നൽകിയിരുന്നത്. എന്നാൽ നാളിതുവരെയായിട്ടും ഇത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാവാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. മാംസവ്യാപാര കേന്ദ്രങ്ങളിൽ തന്നെ അറവ് നടത്തുന്നത് മൂലം രക്തം, മൂത്രം, ചാണകം എന്നിവ കൈത്തോട്ടിലേക്കാണ് ഒഴുകി എത്തുന്നത്. ഇതു സംബന്ധിച്ച് പ്രഥമ നടപടിയെന്നോണം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പരാതി അറിയിക്കുകയും പിന്നീട് പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. കൂടാതെ മാംസ വ്യാപാര രംഗത്തെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വ്യാപാരം നടത്തുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുമ്പോഴും ചോറ്റുപാറ കൈത്തോട്ടിലേക്കുള്ള മാലിന്യ നിക്ഷേപം നിരവധി ജലസ്രോതസ്സുകളുള്ള പെരിയാർ നദിയെ മലീഭസമാക്കുന്നതിലൂടെ ജനങ്ങൾ രോഗഭീതിയിലുമാണ്. ഏറെ ഭയാനകമായ ഈ മാലിന്യ നിക്ഷേപത്തിനെതിരെ അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്ന് UDF നേതൃത്വം ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചീകരണം ഗ്രീൻ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ 52 പഞ്ചായത്തുകളിൽ 5ാം സ്ഥാനത്ത്, ശുചീകരണത്തിൻ്റെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്തിൽ നിന്ന് പത്രസമ്മേളനങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പഞ്ചായത്ത് ഭരണാധികാരികൾ പറയുമ്പോൾ ചോറ്റുപാറയിൽ നിന്ന് ആരംഭിച്ച് വണ്ടിപ്പെരിയാർ നദിയിൽ അവസാനിക്കുന്ന തോട് എക്കാലവും ചർച്ചാ വിഷയമായിട്ടുള്ള സംഭവമാണ്. അത് അവിടെ താമസിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ എതിരായിട്ടല്ല ഞങ്ങൾ വർത്തമാനം പറയുന്നത്. ശുചീകരണത്തിന്, അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നേരിട്ട് ക്ലോസറ്റിൽ നിന്ന് പൈപ്പ് ആ തോട്ടിലേക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള ആക്ഷേപത്തിന് ഒരു 40 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഈ ആശുപത്രികളിലെ മാലിന്യം, അതുപോലെ തന്നെ ആടുമാടുകളുടെ മാലിന്യം, മറ്റ് മലിനജലങ്ങൾ വന്നു ചേരുന്നതെല്ലാം ആ തോട്ടിൽ ചേർന്നിട്ട് ഇതെല്ലാം വന്നു ചേരുന്നത് വണ്ടിപ്പെരിയാർ നദിയിലാണ്. നമ്മുടെ പാലത്തിന് സമീപം, RC ചർച്ചിന് സമീപം അത് വണ്ടിപ്പെരിയാർ നദിയിൽ വന്നു ചേരുമ്പോൾ ആ നദിക്ക് കീഴെ ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ 12ഓളം ജലവൈദ്യുത പദ്ധതികളുണ്ട്. കുടിവെള്ള പദ്ധതികൾ, എലിപെരിയ കുടിവെള്ള പദ്ധതി അടക്കമുള്ള വലിയ പദ്ധതികൾ കൊണ്ട് ചെറിയ ചെറിയ ഡൈമൂക്ക്, ബ്ലാമല, തേങ്ങാക്കല്ല് തുടങ്ങിയ ചെറിയ എസ്റ്റേറ്റുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതികൾ ശുചീകരണം നടത്തുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. മറ്റൊന്ന്, അതോടൊപ്പം വണ്ടിപ്പെരിയാർ ടൗണിലെ മാലിന്യം ഇവിടെയാണ് പോയി ചേരുന്നത്. ടൗണിലെ ഒരു കാനയും ഓടകളും വൃത്തിയാക്കിയിട്ടില്ല. അത് പറയാൻ പോയാൽ നമ്മൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് മോശമാണ് എങ്കിൽ പോലും മനുഷ്യൻ്റെ ചില സ്വഭാവത്തിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറയേണ്ടി വരും. ആ ഓടകൾ മുഴുവൻ അടഞ്ഞു മൂടി വളരെ മോശമായ മണം, അതായത് സഹിക്കാൻ മേലാത്ത മണം ഹോട്ടലുകളുടെ മുമ്പിൽ പോലും ഉണ്ടാകുകയാണ്. അത് വൃത്തിയാക്കാതെ, ഇത് ഈ തോടിൻ്റെ കാര്യങ്ങളിൽ ഒരു പൂർത്തീകരണം ഉണ്ടാകാതെ, അതുപോലെ തന്നെ വിദേശികളടക്കം, ശബരിമല സ്വാമിമാരടക്കം, തീർത്ഥാടകരടക്കമുള്ളവർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താതെ വാരിയ ചപ്പ് ചവറുകൾ സ്റ്റോക്ക് ചെയ്ത് ഉണ്ടായിരുന്ന ശുചീകരണ പദ്ധതി, അത് ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി, മാലിന്യം വളമാക്കുന്ന പദ്ധതി, കോടികളുടെ പദ്ധതിയാണ്.
അതൊക്കെ നടത്താതെ വൃത്തിയായിട്ട് നടത്താതെ ഈ അവകാശവാദം ശരിയല്ല. ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള ആക്ഷേപം, ഇവർക്ക് ഈ അവാർഡ് കൊടുക്കുന്ന ആളുകൾ ബ്ലോക്ക് പഞ്ചായത്തിന് അവാർഡ് കൊടുക്കുന്നത് ജില്ലാ പഞ്ചായത്താണ്. ഈ സംസ്ഥാനം ശുചീകരണമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇതൊരു ഗൂഢതന്ത്രമാണെന്നാണ് UDF ആക്ഷേപം. വരും ദിവസങ്ങളിൽ ഇതിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളും പ്രചരണ പരിപാടികളുമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് തെരുവിലിറങ്ങേണ്ടി വരും എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. പെരിയാറിനെ മലീവസമാക്കരുത് എന്നൊരു ക്യാമ്പയിൻ തന്നെ നടത്തിയ അധികൃതർ ഈ മാലിന്യ നിക്ഷേപങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുകയാണെന്നും UDF നേതാക്കളായ TH അബ്ദുൾ സമദ്, KS സിദ്ദിഖ്, K ഉദയകുമാർ, നജീബ് തേക്കിൻകാട്ടിൽ, അലൈസ് വാരിക്കാട്ട് എന്നിവർ ആരോപിച്ചു. BBC ന്യൂസ്. നെയ്യശ്ശേരി അഗ്രോ ഫുഡ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നവീകരിച്ച ഉൽപാദന ശാഖയുടെയും പുതിയ മെഷീനറികളുടെയും ഉദ്ഘാടനം 21-ന് നടക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിക്കും. BJ ജോസഫ് MLA അധ്യക്ഷത വഹിക്കുമെന്നും NAFPCO ചെയർമാൻ KA ജോൺ, CEO രാജു തോമസ് എന്നിവർ അറിയിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. നെയ്യശ്ശേരി അഗ്രോ ഫുഡ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നവീകരിച്ച ഉൽപാദന ശാഖയുടെയും പുതിയ മെഷീനറികളുടെയും ഉദ്ഘാടനം 21-ന് സംഘടിപ്പിക്കും. രാവിലെ 9:30-ന് സംഘടിപ്പിക്കുന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിക്കും. PJ ജോസഫ് MLA അധ്യക്ഷത വഹിക്കുമെന്നും NAFPCO ചെയർമാൻ KA ജോൺ, CEO രാജു തോമസ് എന്നിവർ അറിയിച്ചു. നെയ്യശ്ശേരി അഗ്രോ ഫുഡ് പ്രൊഡ്യൂസർ കമ്പനി ആരംഭിച്ചിട്ട് 8 വർഷമാവുകയാണ്. ഇപ്പോൾ കമ്പനിയുടെ ഒരു നവീകരണം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി കുറേ അധികം മെഷീനറികൾ സ്ഥാപിച്ചു. അതിൻ്റെ എല്ലാത്തിനെയും കൂടി ഒരു ഉദ്ഘാടനം ഈ വരുന്ന 21-ാം തീയതി രാവിലെ 9:30-ക്ക് ബഹുമാനപ്പെട്ട തൊടുപുഴ MLA ശ്രീ PJ ജോസഫിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഇടുക്കി MP ശ്രീ D കുര്യാക്കോസ് നിർവഹിക്കുന്നതാണ്. പ്രസ്തുത യോഗത്തിൽ കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ഉടുമ്പന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ഓടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. കൂടാതെ പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയവരും ജില്ലാ വ്യവസായ ഓഫീസർ, നബാർഡിൻ്റെ DDM തുടങ്ങിയവരും പങ്കെടുക്കുന്നു. കൂടാതെ ജനപ്രതിനിധികൾ, മറ്റ് സമൂഹത്തിലെ ഉന്നതർ എല്ലാവരും പങ്കെടുക്കുന്ന യോഗം ഈ വരുന്ന 21-ാം തീയതി നടത്തുകയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡിസാമോൾ ഷാജി, കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ്, കാർഡ്സ് ചെയർമാൻ KG ആന്റണി, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സോജൻ, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CB ദാമോദരൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷേർലി സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഇവിടെ തന്നെ നിർമ്മിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന വിവിധതരം ഉപ്പേരികൾ, അച്ചാറുകൾ, അവലോസ്, അരിയുണ്ട, വിവിധതരം കറി പൗഡറുകൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ. നെയ്ശ്ശേരി അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയിൽ നല്ല നാടൻ കുത്തിരി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനാവശ്യക്കാർ ഏറെയാണ്. അതുകൂടാതെ നാടൻ വെളിച്ചെണ്ണ, നമ്മുടെ നാട്ടിൽ നിന്നും സംഭരിക്കുന്ന നാളികേരത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ, ഇതിന് ആവശ്യക്കാർ ധാരാളമാണ്. നല്ല അവലോസ് പൊടി ഉണ്ടാക്കുന്നുണ്ട്. ഹൈ ക്വാളിറ്റി അവലോസ് പൊടി, അവലോസ് ഉണ്ട, ഇതെല്ലാം മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മുടെ കമ്പനിയിൽ നിന്ന് ചക്കയുടെ ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് വിപണനം ചെയ്തു വരുന്നു. പ്രധാനമായിട്ടും തൊടുപുഴയും സമീപ പ്രദേശങ്ങളിലുമുള്ള ബേക്കറികളിലും മറ്റ് ഹോട്ടലുകൾ ഇങ്ങനെയുള്ളിടത്തെല്ലാം നമ്മൾ കുമ്പിളപ്പം സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് വർഷം മുഴുവൻ സപ്ലൈ ചെയ്യാനുള്ള ചക്കയുടെ പൾപ്പ് നമ്മളിവിടെ എടുത്ത് സൂക്ഷിക്കുകയാണ്. എന്നിട്ട് 12 മാസവും ഇതെല്ലാം ബേക്കറികളിലെല്ലാം സപ്ലൈ ചെയ്തു വരുന്നു. ഉപ്പേരി കപ്പ, ഏത്തക്ക ഉപ്പേരി, കപ്പ ഉപ്പേരി, ചക്ക ഉപ്പേരി, ഇങ്ങനെയുള്ള ഉപ്പേരി ഇനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. കൂടാതെ അച്ചാറുകൾ, പലവിധം അച്ചാറുകൾ ഇവിടെ നിന്നും ഉണ്ടാക്കി വിപണനം ചെയ്യുന്നുണ്ട്. മീൻ അച്ചാറുണ്ട്, ജാതിക്ക അച്ചാറുണ്ട്, നെല്ലിക്ക അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ, ഇങ്ങനെയുള്ള അച്ചാറുകൾ എല്ലാം നല്ല രീതിയിൽ നല്ല ഹൈ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. ഒരിക്കൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നാളികേരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ കൊപ്രയാക്കി ഉണക്കി ആട്ടി എണ്ണയായിട്ട് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്.
ന്യൂസ് ബ്യൂറോ, നെയ്ശ്ശേരി. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് 2025 മൂന്നാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ അൽ-അസർ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്ട് നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ ഹാജി മുഹമ്മദ് സക്കീർ, ഹാജി അനസ് MS എന്നിവരും സന്നിഹിതരായിരുന്നു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് 2025 മൂന്നാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ അൽ-അസർ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് സാങ്കേതികമായ വിഷയങ്ങളെപ്പറ്റി കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. അതിനർത്ഥം ഹജ്ജിന് നമ്മൾ നിർവഹിക്കേണ്ട അമലുകളെ പറ്റി പഠിപ്പിക്കൽ പ്രധാനപ്പെട്ടതല്ല എന്നല്ല, മറിച്ച് നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ ഹാജിമാർക്കും അജുമ്മമാർക്കും ഒക്കെ അവരുടേതായ ചില സൈദ്ധാന്തികമായിട്ടുള്ള അഫിലിയേഷൻസ് ഉണ്ടാവും, ചില ബന്ധങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം ബന്ധങ്ങളുമായി പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള വിഷയങ്ങളിലേക്ക് ഒരു സർക്കാർ സംവിധാനം കടന്നു പോകണ്ട എന്നുള്ള തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഫ്രം ഡേ 1 നമ്മൾ ആദ്യ ദിവസം മുതലേ ഹാജിമാരോടും അജുമ്മമാരോടും പറയും, എല്ലാ സ്ഥലങ്ങളിലും നല്ല കഴിവുള്ള, നല്ല അനുഭവമുള്ള, എത്രയോ വട്ടം ഹജ്ജും ഉംറയും നിർവഹിച്ചു എന്ന് മാത്രമല്ല, നൂറുകണക്കിന് ആളുകളെ ഹജ്ജ് ചെയ്യിപ്പിച്ച, ഉംറ ചെയ്യിപ്പിച്ച ഒരുപാട് ഉസ്താദുമാരും നമ്മുടെ കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ടാവും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് സക്കീർ അധ്യക്ഷത വഹിച്ച യോഗത്തിന് അൽ-അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ KM മൂസ ആമുഖ പ്രഭാഷണം നടത്തി. തൊടുപുഴ താലൂക്ക് ഇമാം കൗൺസിൽ ചെയർമാൻ നൌഫൽ കൌസരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചടങ്ങിൽ ദാറുൽ ഫാത്തിഹ് ജനറൽ സെക്രട്ടറി TK അബ്ദുൽ കരീം സഖാഫി, പെരുമ്പളിച്ചിറ മുസ്ലിം ജമാഅത്ത് ഇമാം മുഹമ്മദ് സുഹൈൽ ഹുദവി, ഹജ്ജ് ട്രെയിനിംഗ് ഓർഗനൈസർമാരായ അബ്ദുൽ സലാം സഖാഫി, VK അബ്ദുൽ റസാഖ്, അജിംസ് KA എന്നിവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി NB ഷാജഹാൻ ടെക്നിക്കൽ ക്ലാസിന് നേതൃത്വം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി റോഷി അഗസ്റ്റിൻ 39ാം വർഷവും പാലായിൽ നിന്ന് കാൽനടയായി മലയാറ്റൂർ തീർത്ഥാടനം നടത്തി. മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസഫ് ഒഴുവുകാടൻ മന്ത്രിയെയും സംഘത്തെയും സ്വീകരിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. മഹാമണ്ഡലേശ്വർ സംപൂജ്യ സ്വാമിജി ആനന്ദവനം ഭാരതി മഹാരാജിന് മഹാകുംഭമേള സത്സംഗ സമിതി തൊടുപുഴയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ പള്ളികളിൽ ദുഃഖവെള്ളി ദിനാചരണവും പരിഹാര പ്രദക്ഷിണവും നടത്തി. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് 2025 മൂന്നാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.